Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്ലാസ് റൂം കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ക്ലാസ് റൂം കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഞാൻ മെയിൻലി പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പലരും പറയുന്ന ഒരു പ്രോബ്ലമാണ് വീട്ടിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കോൺവെർസേഷൻസ് കേട്ട് മനസ്സിലാക്കിയിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ്. അപ്പം ഞാൻ ഈ കോൺവെർസേഷൻ്റെ കുറേ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പല സിറ്റുവേഷനിലും എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസ് ഫോം ചെയ്യണമെന്നുള്ള വീഡിയോസ് ഞാൻ ഇഷ്ടംപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ പേജിലെ വീഡിയോസ് ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി പുതിയതായിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് നമ്മൾ എപ്പോഴാണ് പറയുക? ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ 5 മണി തൊട്ട് 12 മണി വരെയാണ് ഗുഡ് മോർണിംഗ് പറയേണ്ടത്. അതായത് 5 AM to 12 PM ആണ് ഗുഡ് മോർണിംഗ് പറയുക. അത് കഴിഞ്ഞ് 12 PM തൊട്ട് 5 o'clock വരെ, അതായത് 5 മണി വരെ നമ്മൾ എന്താ പറയേണ്ടത്? ഗുഡ് ആഫ്റ്റർനൂൺ. 5 മണിക്ക് ശേഷം നമ്മൾ പറയേണ്ടത് ഗുഡ് ഈവനിങ്. എവ്രി വൺ എന്ന് പറഞ്ഞാലോ? എവ്രി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും. ഇവിടെ പക്ഷേ ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? ടീച്ചർ എന്ന് പറഞ്ഞാൽ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ. നമുക്കൊരു അറിവ് പറഞ്ഞു തരുന്ന ആരും നമ്മുടെ ഒരു ടീച്ചറാണ്. ഈ ടീച്ചർ എന്നുള്ള വേർഡ് ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള വേർഡാണ്. അതായത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു പുരുഷനെയോ സ്ത്രീയെയോ നമുക്ക് ടീച്ചർ എന്ന് വിളിക്കാം. അതായത് അറിവ് പറഞ്ഞു തരുന്നുണ്ടോ അവരെ നമുക്ക് ടീച്ചർ എന്ന് വിളിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഹൗ ആർ യു ടുഡേ? ഹൗ ആർ യു ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ സാധാ പോലെ ചോദിക്കില്ലേ? എന്തു പറയുന്നു നിങ്ങൾ എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹൗ ആർ യു ടുഡേ എന്ന് ചോദിക്കുന്നത്. വി ആർ ഫൈൻ, താങ്ക് യു. വി ആർ ഫൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഞങ്ങൾ നന്നായി ഇരിക്കുന്നു എന്നും പറയാം. വി ആർ ഫൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമാണ്. താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി. അപ്പോൾ ടീച്ചർ ഹൗ ആർ യു ടുഡേ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, സ്റ്റുഡൻസ് റിപ്ലൈ ചെയ്യാണ് വി ആർ ഫൈൻ താങ്ക് യു എന്ന്. താങ്ക് യു ഇവിടെ പറഞ്ഞത് എന്തിനാണ്? നന്ദി എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ടീച്ചർ ചോദിച്ചില്ലേ എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ന് ചോദിച്ചില്ലേ, ആ ഒരു ചോദ്യം ചോദിച്ചതിന് നന്ദി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. I'm happy to hear that. It's so great to see you again. I'm happy to hear that എന്ന് പറഞ്ഞാൽ I am happy എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷം. അപ്പോൾ I am happy എന്ന് പറഞ്ഞാലോ ഞാൻ സന്തോഷവതിയാണ്. സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതി എന്ന് നമുക്ക് പറയാം. ഇവിടെ ടീച്ചർ ഫീമെയിൽ ആയതുകൊണ്ടാണ് സന്തോഷവതി എന്ന് പറഞ്ഞത്. എന്തിലാണ്? ടു ഹിയർ ദാറ്റ്. ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക. അപ്പോൾ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? ഇതിന് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞ കാര്യം പറയുന്നത്. അതായത് കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിനാണ് ആ ഒരു കാര്യം കേട്ടതിൽ ടീച്ചർ സന്തോഷിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഐ എം ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഇറ്റ്സ് സോ ഗ്രേറ്റ് ടു സീ യു അഗെയിൻ. ഇറ്റ്സ് സോ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം അല്ലെങ്കിൽ വളരെയധികം നല്ലൊരു കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ് ടീച്ചർ ഇവിടെ പറയുന്നത്? ടു സീ യു അഗെയിൻ. സീ എന്ന് പറഞ്ഞാൽ കാണുക, എഗെയിൻ എന്ന് പറഞ്ഞാലോ വീണ്ടും. അപ്പോൾ ഇവിടെ സീ യു അഗെയിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ സംസാരിക്കുന്നത് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടാണ്. അപ്പോൾ ഇവിടെ യു വെച്ചത് എന്തുകൊണ്ടാണ്? ഇവിടെ യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നൊക്കെ പറയാം. ഇവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ വീണ്ടും കണ്ടതിൽ വളരെയധികം സന്തോഷം എന്നാണ്. നിങ്ങളെ എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണ നമ്മൾ യു, ഐ, യു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിംഗുലർ, അതായത് ഒരാളാണെന്നല്ല വിചാരിക്കാറ്. പക്ഷെ ഇവിടെ ഒന്നിൽ കൂടുതലായാലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് യു ആണ്. അതായത് യു എന്ന് പറഞ്ഞാൽ ക്ലാസ് മുഴുവനാണ് ടീച്ചർ പറയുന്നത്. നിങ്ങളെ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ടീച്ചർ മേ ഐ ഓപ്പൺ ദ വിൻഡോ? ടീച്ചർ മേ ഐ ഓപ്പൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ജനൽ തുറന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറക്കുക, വിൻഡോ എന്ന് പറഞ്ഞാലോ ജനൽ. അപ്പോൾ മേ ഐ ഓപ്പൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ഞാൻ ജനൽ തുറന്നോട്ടെ ടീച്ചർ എന്ന് ടീച്ചറിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. പെർമിഷൻ എന്ന് വെച്ചാൽ എന്താണ്? പെർമിഷൻ എന്ന് പറഞ്ഞാൽ അനുവാദം. സർട്ടൻലി ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ ദ ക്ലാസ് റൂം ടുഡേ. സർട്ടൻലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും. അപ്പോൾ ഇവിടെ ടീച്ചർ എന്താണ് ഉദ്ദേശിച്ചത്? സർട്ടൻലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും
നീ ജനൽ തുറന്നോളൂ എന്നാണ് പറഞ്ഞത്. ജനൽ തുറന്നോട്ടെ എന്ന് ചോദിച്ച ആ ഒരു കാര്യം നീ തീർച്ചയായും തുറന്നോളൂ എന്ന് ടീച്ചർ പറയാണ് ഇവിടെ. ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ ദ ക്ലാസ് റൂം ടുഡേ എന്ന് വെച്ചാൽ എന്താ, ക്ലാസ് മുറിയിൽ ഇന്ന് നല്ല ചൂടാണ്. ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂട്. ഇൻ ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞാലോ ക്ലാസ് മുറിയുടെ ഉള്ളിൽ നല്ല ചൂടാണ് എന്നാണ് പറയുന്നത്. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്. ഹൂ ക്യാൻ ടെൽ മീ വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ഹൂ ക്യാൻ ടെൽ മീ എന്ന് പറഞ്ഞാൽ ആർക്ക് എന്നോട് പറയാൻ സാധിക്കും അല്ലെങ്കിൽ പറയാൻ കഴിയും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഹൂ ക്യാൻ എന്ന് പറഞ്ഞാൽ ആർക്ക് കഴിയും അല്ലെങ്കിൽ ആർക്ക് സാധിക്കും. എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ടെൽ മീ, എന്നോട് പറയാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ? വാട്ട് ഡേ എന്ന് പറഞ്ഞാൽ ഏത് ദിവസം, ഇസ് ഇറ്റ് ടുഡേ ആണ് ഇന്ന്. ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് ദിവസമാണ് എന്ന് ചോദിക്കുകയാണ് ടീച്ചർ സ്റ്റുഡൻസിൻ്റെ അടുത്ത്. പ്ലീസ് റേസ് യുവർ ഹാൻഡ്. പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി, റേസ് എന്ന് പറഞ്ഞാൽ പൊക്കുക. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? യുവർ ഹാൻഡ്, അതായത് നിങ്ങളുടെ കൈ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് എന്നല്ല. കാരണം നമ്മൾക്ക് എല്ലാവർക്കും രണ്ട് കൈ ഉണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കൈ ഉയർത്താനാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്ലീസ് റേസ് യുവർ ഹാൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് ആർക്ക് പറയാൻ കഴിയും ഇന്ന് ഏത് ദിവസമാണെന്ന്. അതുപോലെ തന്നെ ദയവായി നിങ്ങളുടെ കൈ ഉയർത്തും എന്ന് പറയാണ് ടീച്ചർ. റോണി സ്റ്റാൻഡ് അപ്പ്. റോണി എഴുന്നേൽക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ടീച്ചർ ഇറ്റ്സ് മൺഡേ. ടീച്ചർ അത് തിങ്കളാഴ്ചയാണ് എന്ന് പറയാണ്. അപ്പം അത് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ടീച്ചർ ചോദിച്ച ചോദ്യത്തിനെയാണ് ഇവിടെ അത് എന്ന് പറഞ്ഞത്. അതായത് ഇന്ന് ഏത് ദിവസമാണെന്ന് ചോദിച്ച ചോദ്യത്തിനാണ് ഇവിടെ ഇറ്റ്സ് മൺഡേ എന്ന് പറഞ്ഞത്. സ്പീക്ക് ലൗഡർ പ്ലീസ്, ഐ കാൺ ഹിയർ യു. സ്പീക്ക് ലൗഡർ എന്ന് പറഞ്ഞാൽ, സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുക. ലൗഡർ എന്ന് പറഞ്ഞാലോ ഒച്ചത്തിൽ അല്ലെങ്കിൽ ഉറക്കെ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ എന്താ ടീച്ചർ പറയുന്നത്? സ്പീക്ക് ലൗഡർ പ്ലീസ്, അതായത് ഒച്ചത്തിൽ സംസാരിക്കൂ ദയവായി എന്ന് പറയാണ്. ഐ കാൺട്ട് ഹിയർ യു എന്ന് പറഞ്ഞാൽ, ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക, യു എന്ന് പറഞ്ഞാൽ നിന്നെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ കാൺട്ട് ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല, അതായത് എനിക്ക് നിന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ മറിച്ച് ഐ ക്യാൻ ഹിയർ യു എന്നായിരുന്നെങ്കിലോ, എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് മൺഡേ ടീച്ചർ. വെരി ഗുഡ്, സിറ്റ് ഡൗൺ. വെരി ഗുഡ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? വളരെ നല്ലത്, അതായത് ആൻസർ പറഞ്ഞില്ലേ, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലേ, നല്ല കാര്യം, ശരിയാണ് എന്നുള്ള രീതിയിലാണ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരുന്നോളൂ എന്നാണ് പറയുന്നത്. ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്? ഡിഡ് യു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? യുവർ ഹോംവർക്ക്, നിങ്ങളുടെ ഹോംവർക്ക്. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാഠഭാഗങ്ങളിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോയി ചെയ്യാൻ തരണേനെയാണ് നമ്മൾ ഹോംവർക്ക് എന്ന് പറയാം. അതായത് നമുക്ക് ഗൃഹപാഠം എന്നും പറയാം. അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ ഗൃഹപാഠം ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. യെസ് വി ഡിഡ്. അപ്പോൾ ഇവിടെ പറയാണ് അതെ, വി ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ചെയ്തു എന്ന് പറയാണ്. ഗ്രേറ്റ്, ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം അല്ലെങ്കിൽ നല്ലൊരു വെരി ഗുഡ്, എക്സലൻറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പറയുന്നതാണ് ഗ്രേറ്റ് എന്ന്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ചെക്ക് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. ഇറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോംവർക്കിനെയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് ഹോംവർക്ക് പരിശോധിക്കാമെന്ന് പറയാണ്. അതായത് ടീച്ചർ കൊടുത്ത ഹോംവർക്ക് അവർ എഴുതി വന്ന ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് ടീച്ചർ ഇവിടെ പറയാണ്. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ഗ്രേറ്റ്, ലെറ്റ്സ് ചെക്ക് ഇറ്റ്. നമുക്ക് ചെക്ക് ചെയ്യാം എന്ന് പറയാണ്. പ്ലീസ് ഓപ്പൺ യുവർ ബുക്സ് ടു പേജ് 25. ലെറ്റ്സ് റീഡ് എ ടെക്സ്റ്റ്. പ്ലീസ് ഓപ്പൺ യുവർ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി, ഓപ്പൺ എന്ന് പറഞ്ഞാലോ തുറക്കുക. യുവർ ബുക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുസ്തകങ്ങൾ. എങ്ങോട്ടാണ് തുറക്കേണ്ടത്? ടു പേജ് 25, അതായത് 25ാമത്തെ പേജിലേക്ക് തുറക്കാൻ പറയാണ് ടീച്ചർ ഇവിടെ. ലെറ്റ്സ് റീഡ് എ ടെക്സ്റ്റ്. ലെറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക്, ലെറ്റ് അസിനെയാണ് നമ്മൾ ലെറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് റീഡ് ചെയ്യാം. എന്താ റീഡ് എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കാം. എന്ത് വായിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്? എ ടെക്സ്റ്റ്.
ഇവിടെ ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു പീസ് ഓഫ് റൈറ്റിംഗ് എന്നാണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയേക്കുന്നത്, അതായത് ബുക്കിൽ എഴുതിയേക്കുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം, ഒരു ചെറിയൊരു ഭാഗം വായിക്കാം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ടെക്സ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഫ്രണ്ടിന് ഞാനൊരു സന്ദേശം അയച്ചു അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബുക്കിലെ ഒരു ഭാഗം, അതായത് ഒരു പീസ് ഓഫ് റൈറ്റിംഗ് നമ്മൾക്ക് വായിക്കാം എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. കുട്ടികളുടെ പാഠപുസ്തകത്തിന് നമ്മൾ എന്താ പറയുക? ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പറയുക. നമുക്കത് ഒന്നും കൂടി വായിച്ചാലോ ഇംഗ്ലീഷിൽ? പ്ലീസ് ഓപ്പൺ യുവർ ബുക്സ് ടു പേജ് 25. ലെറ്റ്സ് റീഡ് എ ടെക്സ്റ്റ്. ടീച്ചർ, മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ? മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടീച്ചറിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം മേ ഐ ആസ്ക് യു, മേ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ നമ്മൾ ടീച്ചറിനോട് ആരോടായാലും നമ്മളൊരു പെർമിഷൻ ചോദിക്കുകയാണ്, അതായത് ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? മേ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക, യു എന്ന് പറഞ്ഞാൽ നിങ്ങളോട്, അതായത് ടീച്ചറിനോട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലോ ഒരു ചോദ്യം. യെസ് പ്ലീസ്, യെസ് പ്ലീസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദയവായി ചോദിക്കൂ എന്നാണ് ഇവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത്. ടീച്ചർ, ഹൗ ഡു യു പ്രൊനൗൺസ് ദാറ്റ് വേർഡ്? പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചരിക്കുക. ദാറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ആ വാക്ക്. ടീച്ചർ, ഹൗ ഡു യു പ്രൊനൗൺസ് ദാറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ആ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് ചോദിക്കുകയാണ്. ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ലിസൺ എന്ന് പറഞ്ഞാൽ കേൾക്കുക. റിപ്പീറ്റ് എന്ന് പറഞ്ഞാലോ ആവർത്തിക്കുക. അപ്പോൾ ലിസൺ ആൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. എന്തിനു ശേഷം? മീ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ ശേഷം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ടീച്ചർ പറഞ്ഞതിന് ശേഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻവയറമെൻറ്റ്. എൻവയറമെൻറ്റ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ക്യാൻ യു റിപ്പീറ്റ് പ്ലീസ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുക. അപ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാലോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ക്യാൻ യു റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പ്ലീസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ദയവായി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ക്യാൻ യു റിപ്പീറ്റ് പ്ലീസ്, അതായത് എനിക്ക് മനസ്സിലാകുന്നില്ല, ദയവായി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമോ, അതായത് ആവർത്തിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എൻവയറമെൻറ്റ്. ഹൗ ഡു യു സ്പെൽ ഇറ്റ്? ഹൗ ഡു യു സ്പെൽ ഇറ്റ്? ഹൗ ഡു യു സ്പെൽ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ആ വാക്കിൻ്റെ അക്ഷരങ്ങൾ പറയുക എന്ന് ചോദിക്കുകയാണ് ടീച്ചറിൻ്റെ അടുത്ത്, അതായത് സ്പെല്ലിങ് ചോദിക്കുകയാണ്. ഇവിടെ ഇറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ആ വാക്കിനെയാണ്. ENVIRONMENT. പ്ലീസ് റൈറ്റ് ഡൗൺ. ദയവായി എഴുതൂ എന്നാണ് ഇവിടെ പറയുന്നത്. എക്സ്ക്യൂസ് മീ ടീച്ചർ, ഐ ഡോണ്ട് ഹാവ് എ പെൻസിൽ. May I borrow one from my classmates? എക്സ്ക്യൂസ് മീ ടീച്ചർ എന്നിവിടെ ഉദ്ദേശിച്ചത് എന്താണ്? ടീച്ചർ എന്നോട് ക്ഷമിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? കാരണം ടീച്ചർ ഇത് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കുട്ടി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചറിനോട് ഇങ്ങനെ എക്സ്ക്യൂസ് മീ പറയുന്നത്. അപ്പോൾ അതിനാണ് ടീച്ചർ എന്നോട് ക്ഷമിക്കണം, അതായത് എക്സ്ക്യൂസ് മീ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഒന്ന് കേൾക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് എ പെൻസിൽ. അപ്പോൾ ഹാവ് എ പെൻസിൽ എന്ന് പറഞ്ഞാലോ എനിക്ക് പെൻസിൽ ഉണ്ട് എന്നാണ്. ഐ ഡോണ്ട് ഹാവ് എ പെൻസിൽ എന്ന് പറഞ്ഞാലോ എനിക്ക് പെൻസിൽ ഇല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മേ ഐ ബോറോ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ കടം വാങ്ങിയോട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് വാങ്ങിക്കോട്ടെ എന്നിപ്പോൾ ടീച്ചറിനോട് ചോദിക്കുകയാണ്. എന്താണ് വൺ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? വൺ പെൻസിൽ എന്നാണ്, അതായത് ഒരു പെൻസിൽ ഞാൻ കടം വാങ്ങിക്കോട്ടെ, ക്ലാസ്മേറ്റ്സിൻ്റെ നിന്ന് വാങ്ങിക്കോട്ടെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സഹപാഠികൾ. റോസ്, പ്ലീസ് കം ടു ദ ബ്ലാക്ക് ബോർഡ്. റോസ് ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ്. ഇവിടെ കം ടു ദ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാക്ക് ബോർഡിലേക്ക് വരൂ എന്നാണ് പറയുന്നെങ്കിലും അവിടെ മീനിങ് എന്താ വരുന്നത്? ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തേക്ക്, അതായത് ടീച്ചർ പറയാണ് ഇവിടേക്ക് വരൂ, ഈ ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തേക്ക് വരൂ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് റൈറ്റ് ദി ഡേയ്സ് ഓഫ് ദി വീക്ക് ഓൺ ദി ബ്ലാക്ക് ബോർഡ്.
പ്ലീസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ദയവായി എഴുതൂ എന്നാണ് പറയുന്നത്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. അപ്പോൾ ഇവിടെ പറയാണ് പ്ലീസ് റൈറ്റ്, ദയവായി എഴുതൂ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ. എന്തിൻ്റെ ദിവസങ്ങളാണ്? ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച. അപ്പോൾ ആഴ്ചയിലെ ദിവസങ്ങൾ എഴുതൂ എന്നാണ് ഇവിടെ പറയുന്നത്. എവിടെയാണ് എഴുതേണ്ടത്? ഓൺ ദി ബ്ലാക്ക് ബോർഡും എഴുതാൻ പറയാണ് ടീച്ചർ. വെൽ ഡൺ, യു മേ ഗോ ബാക്ക് ടു യുവർ പ്ലേസ്. വെൽ ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി ചെയ്തു. യു മേ ഗോ ബാക്ക് ടു യുവർ പ്ലേസ്, നിനക്ക് നിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോവാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്ഥലം. അപ്പോൾ യുവർ പ്ലേസ് എന്ന് പറഞ്ഞാലോ നിൻ്റെ സ്ഥലത്തേക്ക്, അതായത് നിൻ്റെ സീറ്റിലേക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാം എന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് ടോക്കിംഗ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തൂ. ടോക്കിംഗ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിർത്താനാണ് പറയുന്നത്. സംസാരിക്കുന്നത് നിർത്തൂ എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് വാസ് ദാറ്റ് നോയ്സ്? വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തു സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. വാട്ട് വാസ് ദാറ്റ് നോയ്സ്? എന്തായിരുന്നു ആ ശബ്ദം എന്ന് ചോദിക്കുകയാണ് ടീച്ചർ. ഐ എം സോറി ടീച്ചർ, ഐ ഡ്രോപ്ഡ് മൈ പെൻസിൽ കേസ്. ഐ എം സോറി ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കൂ ടീച്ചർ. ഐ ഡ്രോപ്ഡ് മൈ പെൻസിൽ കേസ്, അതായത് ഡ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീഴ്ത്തി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പെൻസിൽ ബോക്സ് വീഴ്ത്തി, അതായത് എൻ്റെ പെൻസിൽ ബോക്സ് താഴെ വീണു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെൻസിൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? പെൻസിൽ ബോക്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പെൻസിലും പെന്നും ഇരിക്കുന്ന ബോക്സിനെയാണ് നമ്മൾ പെൻസിൽ കേസ് എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ, പ്ലീസ് പിക്ക് ഇറ്റ് അപ്പ്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. പ്ലീസ് പിക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാലോ ദയവായി അത് എടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ അത് എടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഹൂ വോണ്ട്സ് ടു ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ്? ഹൂ വോണ്ട്സ് ടു ക്ലീൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയാക്കേണ്ടത്. എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ദി ബ്ലാക്ക് ബോർഡ് വൃത്തിയാക്കാൻ ആർക്കാണ് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് വൃത്തിയാക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഐ ഡു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഞാൻ ബ്ലാക്ക് ബോർഡ് വൃത്തിയാക്കാം എന്ന് പറയാണ്. ഇറ്റ്സ് ബ്രേക്ക് ടൈം. ഗുഡ് ബൈ സ്റ്റുഡൻസ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇടവേള എന്നും നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു മീനിങ്ങും കൂടി ഉണ്ട് ബ്രേക്കിന്. എന്താണ്? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നുമുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇടവേള എന്നാണ്. അപ്പോൾ ഇറ്റ്സ് ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നേരം ഇടവേളയാണ് എന്ന് പറയാണ് ടീച്ചർ. ഗുഡ് ബൈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ബൈ, അതായത് വിട, കുട്ടികൾക്ക് വിട എന്നുള്ള രീതിയിലാണ് ഇവിടെ ഗുഡ് ബൈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ നന്ദി എന്നാണ് പറയുന്നത്. അതായത് ഇന്നത്തെ ക്ലാസ്സിന് നന്ദി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.